അപ്പോൾ ഹർത്താലെന്ന് പറയുന്നത് സാധാ ജനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഹർത്താൽ നമുക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, മറ്റു വാഹനങ്ങൾ സ്വന്തം വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റില്ല, എല്ലാം മൊത്തം തടസ്സമാണല്ലോ ഹർത്താൽ എന്ന് പറയുന്നത്. കടകൾ പോലും നടത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് അവന് ടെക്സ്റ്റൈൽസാണ്, ബിസിനസ്സാണ്, ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ അത് ഇവനെ വിളിച്ചാൽ പോലും കിട്ടില്ല, കാരണം അത്ര തിരക്കാണ് അവൻ്റെ ഷോപ്പിൽ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ. അപ്പോൾ ഈ ഹർത്താൽ ദിവസം, കഴിഞ്ഞ ഹർത്താൽ ദിവസം എന്നെ വിളിക്കുകയാണ്, എടാ നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം, ഒന്ന് വാ, നമുക്ക് എടാ അവിടെ സദ്യയുണ്ട്, സദ്യ വെച്ചിട്ടുണ്ട്, പരിപ്പ്, പപ്പടം, പായസം എല്ലാം കൂട്ടി സദ്യ ഉണ്ട്, നീ വാ, നീ രാവിലെ തന്നെ വാ. അത് ഈ സദ്യ കൂടാതെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പറഞ്ഞു. അത് ഈ ഫുഡ് കഴിക്കുന്നതിന് മാത്രമല്ല, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താടാ വിശേഷം, എന്താ ഇതെല്ലാം നീ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുന്നത്, എന്താ സംഭവം? അത് വെഡിങ് ആനിവേഴ്സറി ആണോ? അതല്ല, അല്ല പിള്ളേരുടെയോ, അല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും പിറന്നാളോ? അതല്ല. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോ, ഇല്ല അതൊന്നും അല്ല. അപ്പം പിന്നെന്താ വിശേഷം, എന്താ ഇങ്ങനെ ഒരു ഇതൊക്കെയാണ് സംഭവം പറയുന്നത് വേറെ ഒന്നുമില്ല. എന്താ ഞായറാഴ്ചകളിൽ പോലും എൻ്റെ ഷോപ്പ് അടയ്ക്കില്ല. ഞാൻ രാവിലെ എണീറ്റ് 5 മണിക്ക് 6 മണിക്ക് എണീറ്റ് പോകും. എൻ്റെ കുട്ടികൾ അപ്പോഴും ഉറക്കത്തിലായിരിക്കും. തിരിച്ച് വരുമ്പോഴത്തേക്കും രാത്രി 11-12 മണിയാവും. അപ്പോഴും കുട്ടികൾ ഉറക്കത്തിലായിരിക്കും. എൻ്റെ കുട്ടികളോടൊപ്പം ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരുവോണത്തിന് പോലും ഷോപ്പ് തുറന്നു വെച്ചെങ്കിൽ എനിക്ക് കസ്റ്റമേഴ്സ് കൂടുതലുണ്ടാവും ചിലപ്പോൾ ഓണ സമയത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഹർത്താൽ വന്നപ്പോൾ കുറേ കാലത്തിന് ഒരു ഹർത്താൽ വന്നു. ശരിക്കും ഭാര്യയോടും കുട്ടികളോടൊപ്പം ഇന്ന് ഊണ് കഴിക്കാനുള്ള ഒരു അവസരം ഈ ഹർത്താൽ കാരണം അവനുണ്ടായി. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. എല്ലാവരും കൂടെ ഊണ് കഴിക്കുക, അത് ആഘോഷമാണ് അവർക്ക് ഇല്ലേ. ഈ ഹർത്താൽ കൊണ്ട് ചിലർക്കെങ്കിലും ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവും. ബുദ്ധിമുട്ടാണ്, മൊത്തം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നാലും ഇതുപോലെ ചിലർക്കെങ്കിലും ചില സന്തോഷങ്ങളുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യത്തോടു കൂടിയാണ്. ഓക്കെ, അതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ.